ഹായ് ഓൾ, പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിലെ മൊഡ്യൂൾ 1 വരുന്ന ഒരു എസ്സേ ആണ് പോപ്പുലർ ഫിക്ഷൻ എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ബൈ ഡോക്ടർ അർഷാദ് അഹമ്മദ് എ. സോ നമുക്ക് ഈ ഒരു എസ്സേയുടെ ഉള്ളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് സമ്മറി പോലെ ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യമായിട്ട് എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം വാട്ട് ഈസ് പോപ്പുലർ ഫിക്ഷൻ എന്നാണ്. സോ ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഇമാജിനേറ്റീവ് ബൈ ദി ഓതർ. നടന്നൊരു കാര്യത്തിനാവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിചാരിച്ച് കണ്ടുപിടിച്ചെടുക്കുന്ന ഇമാജിൻ ചെയ്തെടുക്കുന്ന കാര്യമാവാം, അതിനെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ നടന്ന ഒരു സംഭവം ഇമാജിനേഷൻ പൊടിപ്പും തൊങ്ങലൊന്നും ഇല്ലാണ്ട് അതുപോലെ അവതരിപ്പിക്കുന്നതിനെ നോൺ ഫിക്ഷൻ എന്നാണ് പറയുക. സോ ഇനി കമ്മിങ് ബാക്ക്, വാട്ട് ഈസ് പോപ്പുലർ ഫിക്ഷൻ? ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ റെഡ് ഫോർ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വായിക്കാറുണ്ട്. ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട്, നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യത്തിനായിട്ട് വായിക്കുന്നുണ്ട്. ഇതിൽ ഫണ്ണിന് വേണ്ടിയിട്ടും വായിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം കിട്ടാനും എൻ്റർടൈൻഡ് ആവാനും വേണ്ടിയിട്ട് വായിക്കുന്ന സാഹിത്യത്തിനെയാണ് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുക. സോ അപ്പോൾ സോൾ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റർടൈൻഡ് ആക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, റൊമാൻസ്, ഫെയറി ടെയിൽസ്, സ്കൈഫൈ, ഹൊറർ എക്സെട്ര. ഒരുപാട് ജോണേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് നമുക്ക് അതിനകത്ത് കിട്ടും. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫെയറി ടെയിൽസ് ഉണ്ട്, സ്കൈഫൈ ഉണ്ട്, ഹൊറർ ഉണ്ട്. ഇതൊക്കെ ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ലവ്ഡ് ബൈ മില്യൻസ് ദോ നോട്ട് ഓൾവേസ് സീൻ എ സീരിയസ് ലിറ്ററേച്ചർ. ഈ ഒരു ടൈപ്പ് ഓഫ് ബുക്സിൻ്റെ അല്ലെങ്കിൽ പോപ്പുലർ ഫിക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൻസ് ഓഫ് ആൾക്കാർ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും പോപ്പുലർ ഫിക്ഷൻസ്. പക്ഷെ ഒരിക്കലും അതിനൊരു സീരിയസ് ലിറ്ററേച്ചറായിട്ട് കണക്കാക്കത്തില്ല. ഇത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സിനിമകൾ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്ന ഒരു പടമായിരിക്കും, പക്ഷെ ഒരിക്കലും നമ്മൾ സീരിയസ് സിനിമയായിട്ട് കാണത്തില്ല. ഇപ്പം മേ ബി തെലുങ്ക് സിനിമ അല്ലെങ്കിൽ ഇടിപ്പടങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഒരു ടൈപ്പ് ഓഫ് മൂവീസിനെ ഒരിക്കലും സീരിയസ് മൂവീസായിട്ട് അല്ലെങ്കിൽ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ലെവൽ മൂവീസ്, നമ്മൾ പറയില്ല അവാർഡ് പടം അല്ലാത്ത പടം എന്നുള്ള ആ ഒരു രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല ചില മൂവീസ്. അതുപോലെയാണ് പോപ്പുലർ ഫിക്ഷനും. ഒരിക്കലും സീരിയസ് ലിറ്ററേച്ചറായിട്ട് പോപ്പുലർ ഫിക്ഷനെ കണക്കാക്കുന്നില്ല. Dr. Arshad highlights how authors like Sidney Sheldon and Agatha Christie are often left out of favorite authors list. സോ ഇനി നമ്മുടെ ഓതർ തന്നെ 2 ഓതേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട് വേറെ, സിഡ്നി ഷെൽഡനും അഗത ക്രിസ്റ്റിയും. അഗത ക്രിസ്റ്റിയൊക്കെ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റാണ്. ഇവരെ 2 പേരുടെയും പേര് ഇഷ്ടംപോലെ ആൾക്കാർ വായിക്കുമെങ്കിലും ഒരുപാട് ബുക്ക് വായിക്കുന്ന ഒരാളുടെ അടുത്ത് ഫേവറേറ്റ് ഓതറിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും പേര് പറയത്തില്ല. ഇവരെഴുതുന്നത് മോസ്റ്റ്ലി പോപ്പുലർ ഫിക്ഷൻസ് ആണ്. ആ ഒരു വേർതിരിവ് ഉണ്ടാകുന്നുണ്ട്, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ടുവേർഡ്സ് സീരിയസ് ഓതേഴ്സ് ആൻഡ് ദി പോപ്പുലർ ഫിക്ഷൻ റൈറ്റേഴ്സ്. അതിനെ ഒന്ന് ഹിൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത് പറയുന്ന കാര്യം, പോപ്പുലർ ഫിക്ഷൻ മേക്സ് അപ് ടു 70% ഓഫ് വാട്ട് പീപ്പിൾ റീഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സീരിയസ് ആയിട്ടുള്ള ബുക്കുണ്ട്, അക്കാഡമിക്കലി ക്ലെയിംഡ് ആയിട്ടുള്ള ബുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 70% ആൾക്കാരും വായിക്കുന്നത് പോപ്പുലർ ഫിക്ഷൻ ബുക്സാണ്. പോപ്പുലർ വേഴ്സസ് ലിറ്റററി ഫിക്ഷൻ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നോക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ലിറ്റററി ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു തൊട്ട് സീരിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ, ആൾക്കാർക്ക് അക്ലെയിംഡ് ആക്കാൻ തോന്നുന്ന, പഠിക്കണം എന്ന് തോന്നുന്ന ബുക്സാണ് ലിറ്റററി ഫിക്ഷനിൽ വരുന്നത്. പോപ്പുലർ ഫിക്ഷൻ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ പ്ലോട്ട് കഥ കൊണ്ടുപോകുന്ന ഒരു കഥയാണ് പോപ്പുലർ ഫിക്ഷനകത്ത് വരുന്നത്. ലിറ്റററി ഫിക്ഷനിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡീപ്പർ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഉണ്ട്, റിച്ച് ലാംഗ്വേജ് ആയിരിക്കും. ചില സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് ഒറ്റ വായനയിലൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ലാംഗ്വേജും ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട് കഥ കൊണ്ടുപോകുന്നത്. ഇനി പോപ്പുലർ ഫിക്ഷൻ ഓതേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് ചേതൻ ഭഗത്, അഗത ക്രിസ്റ്റീനൊക്കെ പറയുന്നുണ്ട്. ലിറ്റററി ഫിക്ഷൻ്റെ എക്സാമ്പിൾസായിട്ട് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്, ഓർഹാൻ പമുക്കൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അവസാനത്തേക്ക് കുറച്ചുകൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്ന കാര്യം, ജോണേഴ്സ് ഇൻ പോപ്പുലർ ഫിക്ഷൻ ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ജോണേഴ്സ്. കുറേ ജോണേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ്, നമുക്ക് വെറൈറ്റി ടൈപ്പുകൾ പോപ്പുലർ ഫിക്ഷൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഉദാഹരണം, ഡിറ്റക്റ്റീവ് ആൻഡ് ക്രൈം, സയൻസ് ഫിക്ഷൻ, ഹൊറർ, റൊമാൻസ്, ഫാൻറ്റസി, ഫെയറി ടെയിൽസ് ആൻഡ് ഫോക്ക് സ്റ്റോറീസ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ചിക്ക് ലിറ്ററേച്ചർ, ക്യാമ്പസ് നോവൽസ്, ഗ്രാഫിക് നോവൽസ് ആൻഡ് കാർട്ടൂൺസ്. ഒരു 9 പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഉണ്ടെങ്കിലും കാണാണ്ട് പഠിച്ച് വെച്ചേക്കുക, നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു എസ്സേയുടെ ഉള്ളിൽ തന്നെ ഇതിലൊരു 3-4 ടൈപ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കാം. ഡിറ്റക്റ്റീവ് ആൻഡ് ക്രൈം ഫിക്ഷൻ എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഇൻവോൾവ്സ് സോൾവിങ് എ മിസ്റ്ററി ഓർ ക്രൈം.
സെൻട്രൽ ക്യാരക്ടർ ഇസ് എ ഡിറ്റക്റ്റീവ്. he or she can be professional or amateur. സോ ഡിറ്റക്റ്റീവ് ആൻഡ് ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്രൈം നടന്നിട്ടുണ്ട്, ഒരാൾ വന്നിട്ട് അത് കണ്ടുപിടിച്ച് ആ ക്രൈം സോൾവ് ചെയ്യുന്നു. കുറച്ചൊരു ത്രില്ലിങ് കൈൻഡ് ഓഫ് സംഭവമായിരിക്കും. ഇറ്റ് സോൾവ്സ് എ മിസ്റ്ററി ഓർ ക്രൈം. സെൻട്രൽ ക്യാരക്ടർ എപ്പോഴും ആരായിരിക്കും, ഡിറ്റക്റ്റീവ് ആയിരിക്കും. പുള്ളി ഒരു പ്രൊഫഷണൽ ആയിരിക്കാം, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അമേച്ചർ, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ട് അതിനെ കണ്ടുപിടിക്കാൻ വരുന്ന ഫസ്റ്റ് ടാസ്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ആളും ആവാം. ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റീവ് ഫിക്ഷനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് പറയുന്ന ഇത്രേ ഉള്ളൂ, മിസ്റ്ററി അല്ലെങ്കിൽ ക്രൈം സോൾവ് ചെയ്തിരിക്കണം, സെൻട്രൽ ക്യാരക്ടർ എപ്പോഴും ഡിറ്റക്റ്റീവ് ആയിരിക്കണം. ഇനി എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ഷെർലക് ഹോംസ്, സർ കാന്യൻ ഡോയലിൻ്റെ ഷെർലക് ഹോംസ് സീരീസും വരുന്നുണ്ട്. അഗത ക്രിസ്റ്റിയുടെ തന്നെ ഹെർക്യൂൾ പോയറോട്ട് എന്ന് പറഞ്ഞിട്ട് അഗത ക്രിസ്റ്റിയുടെ നോവലിലെ ഒരു ഡിറ്റക്റ്റീവ് ആണ് ഹെർക്യൂൾ പോയറോട്ട്. സോ അത്രേ ഉള്ളൂ ഡിറ്റക്റ്റീവ് ആൻഡ് ക്രൈം ഫിക്ഷൻ. ഇനി സയൻസ് ഫിക്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഫ്യൂച്ചറിസ്റ്റിക് സയൻസ്, ടെക് ആൻഡ് സ്പേസ്. ഓക്കെ, സയൻസിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതുന്നതല്ല സയൻസ് ഫിക്ഷൻ. അത് എനിക്ക് ഫിക്ഷൻ ആവത്തില്ല, നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ. ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി നടക്കുന്നത്. പിന്നെ ടെക്നോളജിയെ പറ്റിയിട്ടും സ്പേസിനെ പറ്റിയിട്ടും ഒക്കെയുള്ള കഥയാണ് സയൻസ് ഫിക്ഷനകത്ത് വരുന്നത്. ഒരു ഏലിയൻ ഇൻവേഷനെ പറ്റിയിട്ട് പറയുന്നതും. ഈവൻ എന്തിരൻ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഇറ്റ് ഓൾസോ എക്സ്പ്ലോർസ് പോസിബിലിറ്റീസ് ബിയോണ്ട് ദി പ്രസൻറ്റ് വേൾഡ്. ഇപ്പോൾ ഉള്ള വേൾഡിനെ പറ്റിയിട്ടല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള പോസിബിലിറ്റീസിനെ പറ്റിയിട്ടും ആണ് സയൻസ് ഫിക്ഷനകത്ത് വരുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ H.G. വെൽസിൻ്റെ ദ ടൈം മെഷീൻ, സ്റ്റാർ വാർസ് കോമിക് ബുക്കൊക്കെ ഉണ്ട്. ഇനി ഹൊറർ ഫിക്ഷൻ എയിംസ് ടു ഫ്രൈറ്റൻ ഓർ അൺസെറ്റിൽ ദി റീഡർ, ഫീച്ചേഴ്സ് ഗോസ്റ്റ്, മോൺസ്റ്റേഴ്സ്, ഡാർക്ക് തീംസ്. സോ അടുത്ത ഹൊറർ ഫിക്ഷൻ്റെ ഒറ്റൊരു എയിം എന്ന് പറയുന്നത് തന്നെ പേടിപ്പിക്കുക, ടു ഫ്രൈറ്റൻ ഓർ അൺസെറ്റിൽ ദ റീഡർ. വായിച്ചുകൊണ്ടിരിക്കുന്ന റീഡർ വളരെ സമാധാനമായിട്ട് സെറ്റിലായിട്ടിരുന്നത് വായിക്കുക എന്നുള്ളതല്ല, ഒന്ന് അൺസെറ്റിൽ ചെയ്യുക, നമുക്കൊരു പേടി, ഒരു പരവേശമൊക്കെ ഇനി എന്ത് സംഭവിക്കും എന്ന് നോക്കുന്നതിനെയാണ് ഹൊറർ ഫിക്ഷനകത്ത് വരുന്നത്. ഇറ്റ് ഫീച്ചേഴ്സ് ഗോസ്റ്റ്, മോൺസ്റ്റേഴ്സ്, ഡാർക്ക് തീംസ്. ഭൂതം, പ്രേതം, ഡാർക്കായിട്ടുള്ള തീംസ്, എന്തൊക്കെയോ ഒരു ചോരക്കളി, എപ്പോഴും ഒരു ഇരുട്ടടഞ്ഞ സെറ്റിങ്, ഇതൊക്കെ ആയിരിക്കും ഹൊറർ ഫിക്ഷനിൽ മെയിനായിട്ട് കണ്ടുവരിക. എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഡ്രാക്കുള പറയാൻ പറ്റും, ബ്രാം സ്റ്റോക്കറുടെ ദ ഷൈനിങ് ബൈ സ്റ്റീഫൻ കിങ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ വർക്ക്സ് എല്ലാം മോസ്റ്റ്ലി ഹൊറർ ഫിക്ഷനാണ്. നിങ്ങൾക്കൊരെണ്ണം പഠിക്കാനുണ്ട്, ക്യാരി എന്ന് പറഞ്ഞിട്ട്, അതെല്ലാം വരുന്നത് ഹൊറർ ഫിക്ഷനകത്താണ്. ദെൻ വി ഹാവ് റൊമാൻസ് ഫിക്ഷൻ. Focuses on love and relationships, often has emotionally satisfying endings. സോ ഇനി റൊമാൻസ് ഫിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, റൊമാൻസിനെ പറ്റിയിട്ട്, ലവിനെ പറ്റിയിട്ടും റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുമാണ് മെയിൻലി റൊമാൻസ് ഫിക്ഷനകത്ത് വരുന്നത്. എക്സാമ്പിളായിട്ട് നിക്കോളാസ് സ്പാർക്കിൻ്റെ നോട്ട് ബുക്ക്, രവീന്ദർ സിംഗിൻ്റെ I Too Had a Love Story ഒക്കെ പറയാൻ പറ്റും. ഓഫൻ ഹാസ് ഇമോഷണലി സാറ്റിസ്ഫൈങ് എൻഡിങ്സ് എന്നാണ് പറയുന്നത്. എല്ലാ സമയത്തും ഇമോഷണലി സാറ്റിസ്ഫൈങ് ആവത്തില്ല. ഇപ്പോൾ രണ്ട് റൊമാൻറ്റിക് കപ്പിൾ ഒന്നിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയ്ക്കൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നത്തില്ല. സോ അങ്ങനെയുള്ളതും ഉണ്ട്. ഹാപ്പി എൻഡിങ്സും ഉണ്ടാവാം, അൺഹാപ്പി എൻഡിങ്സും റൊമാൻസ് ഫിക്ഷനകത്ത് കാണാൻ പറ്റും. ഇനിയൊരു ടൈപ്പാണ് ഫാൻറ്റസി ഫിക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് മാജിക്കൽ എലമെൻറ്റ്സ് ആൻഡ് ഇമാജിനറി വേൾഡ്സ്. സോ ഫാൻറ്റസി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അത്രത്തോളം ചിന്തിച്ച് ഇമാജിൻ ചെയ്ത് അങ്ങറ്റത്തെത്തുന്നതാണ് ഫാൻറ്റസിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് മാജിക്കൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഫുൾ ഇമാജിനറി വേൾഡ് ആയിരിക്കും. നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകവും മറ്റൊരു ലോകവും കൂടി ബ്ലെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഉദാഹരണത്തിന് പറയുന്നത് ഹാരി പോട്ടർ ബൈ J.K. റോളിംഗ്, ലോർഡ് ഓഫ് റിങ്സ് ബൈ J.R.R. ടോൾക്കിൻ. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഹാരി പോട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഹോഗ്വാർട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം തന്നെയാണ് കാണിക്കുന്നത്. ആ സ്ഥലം, അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്, ഈ ഒരു കൈൻഡ് ഓഫ് കഥകളാണ് ഫാൻറ്റസി ഫിക്ഷൻ. നടന്നേക്കാം അല്ലെങ്കിൽ നടക്കുമെന്ന്, വേറൊരു സ്ഥലത്ത് നടക്കുന്നു എന്ന് നമ്മളെ ബോധിപ്പിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഫാൻറ്റസി ഫിക്ഷൻ. ദെൻ വി ഹാവ് ഫെയറി ടെയിൽസ് ആൻഡ് ഫോക്ക് സ്റ്റോറീസ്. ദോസ് ആർ ഓറൽ ട്രഡീഷൻസ് പാസ്ഡ് ഡൗൺ ജനറേഷൻസ്. സംഭവിച്ച കഥകൾ ഫോക്ക് ടെയിൽസ് ആയിട്ട്, നാടോടി കഥകൾ പോലെ പറഞ്ഞ് നമ്മളിലേക്ക് എത്തുന്ന കഥകളാണ്. ഇറ്റ് ടീച്ച് മോറൽസ് ആൻഡ് എൻ്റർടൈൻ. നമുക്ക് കുറച്ച് നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടത് പഠിപ്പിക്കും. അതിലൂടെ തന്നെ നമ്മൾ എൻ്റർടൈൻഡ് ആവുകയും ചെയ്യും. ഉദാഹരണം പഞ്ചതന്ത്ര കഥകൾ, ജാതക കഥകൾ, സിൻഡ്രല്ലയുടെ കഥകൾ എന്നൊക്കെ പറയില്ലേ, സിൻഡ്രല്ല സ്റ്റോറീസ്. ഇതെല്ലാമാണ് ഫോക്ക് അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ. ഇതിലും ഒരെണ്ണം പഠിക്കാനുണ്ട്, ദി ഷൂസ് ദാറ്റ് വർ ഡാൻസ്ഡ് ഇൻ ടു പീസസ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ്, ഫോക്ക് ലോർ അല്ലെങ്കിൽ ഫോക്ക് ടെയിൽസിനകത്ത് വരുന്നതാണേ.
അടുത്തുള്ളൊരു ടൈപ്പാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. റിട്ടൺ ഫോർ യങ്ങർ റീഡേഴ്സ്, സിമ്പിൾ ലാംഗ്വേജ്, ലെസൺസ് ആൻഡ് കളർഫുൾ ക്യാരക്ടേഴ്സ്. സോ ഇത് ചിൽഡ്രൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിച്ചുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജും ഒരു ലെസണും കളർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും. കഥ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോറലായിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെന്നാലി രാമൻ കഥകൾ, ഈസോപ്പ് കഥകളെല്ലാം ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അല്ലാണ്ട് തന്നെ റസ്കിൻ ബോണ്ട് പോലത്തെ ഓതേഴ്സും ചിൽഡ്രൻസ് ലിറ്ററേച്ചറാണ് എഴുതുന്നത്. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സ്റ്റോറി പഠിക്കാനും ഉണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ചിക്ലിറ്റ് ഓർ ക്യാമ്പസ് നോവൽസ്. ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ഏരിയ ആണ്. ഇറ്റ് ഫോക്കസസ് ഓൺ അർബൻ യൂത്ത് റിലേഷൻഷിപ്സ് ആൻഡ് കരിയേഴ്സ്. ഇത് മെയിൻലി വരുന്നത് എപ്പോഴും ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു മെട്രോ നഗരം പോലത്തെ ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഈവൻ നമ്മുടെ കൊച്ചി, ഭയങ്കര അർബനായിട്ടുള്ളൊരു ഏരിയയിൽ ഉള്ള യുവത്വത്തിൽ ഉള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, കരിയർ റിലേറ്റഡ് ഇഷ്യൂസ് ആവാം, ജോലി കിട്ടാതിരിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള കഥകളാണ് ക്യാമ്പസ് നോവൽസ് ഓർ ചിക്ലിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് ചേതൻ ഭഗത്തിൻ്റെ നോവൽസ് എല്ലാം ചിക്ലിറ്റ് അല്ലെങ്കിൽ ക്യാമ്പസ് നോവൽസിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ 5 പോയിൻറ്റ് സമ്വണ്ണാണ് കൊടുത്തിട്ടുള്ളത്. പുള്ളിയുടെ തന്നെ 2 സ്റ്റേറ്റ്സ് ആവട്ടെ, 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, പുള്ളിയുടെ എല്ലാ നോവൽസും നമുക്ക് ക്യാമ്പസ് നോവൽ ഓർ ചിക്ലിറ്റ് നോവൽസ് ആയിട്ട് എഴുതാനും പറ്റും. ദെൻ വി ഹാവ് ഗ്രാഫിക് നോവൽസ് ആൻഡ് കാർട്ടൂൺസ്. ഇറ്റ് കമ്പൈൻസ് വിഷ്വൽ ആർട്ട് വിത്ത് സ്റ്റോറി ടെല്ലിംഗ്, അപ്പീൽസ് ടു ഓൾ ഏജ് ഗ്രൂപ്പ്സ്. കാർട്ടൂൺ അല്ലെങ്കിൽ ഗ്രാഫിക് നോവലിനകത്ത് വരുന്നത് എഴുത്തിൻ്റെ കൂടെ തന്നെ വിഷ്വൽ ആർട്ടും കൂടി ചേർത്താണ് കഥ പറഞ്ഞ് പോവുക. ഓക്കെ, അല്ലാണ്ട് ജസ്റ്റ് കഥ എഴുതി വെച്ചേക്കുമല്ല, ചിത്രങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇറ്റ് അപ്പീൽസ് ടു ഓൾ ഏജ് ഗ്രൂപ്പ്സ്. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, വളർന്നു വരുന്നവർക്കുള്ളതാണ് ഗ്രാഫിക് നോവൽസും, വളർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ബാറ്റ്മാൻ, നറൂട്ടോ, ടിങ്കിൾ, ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇത്രയുമാണ് ടൈപ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത റൂട്ട്സ് ഓഫ് പോപ്പുലർ ഫിക്ഷൻ. ഇതെവിടെ നിന്നാണ് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖല തുടങ്ങുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസ് യൂസ്ഡ് ഫോർ ടീച്ചിങ്, എൻ്റർടൈനിങ്, പാസിംഗ് ഡൗൺ നോളജ്. എക്സാമ്പിൾസ് കഥാസരിത് സാഗര, അറേബ്യൻ നൈറ്റ്സ് എക്സെട്ര. സോ എവിടെ നിന്ന് ഇത് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഒരാളൊരു ബുക്ക് വായിച്ചിട്ട് വന്നിട്ട് വേറൊരാൾക്കൊരു കഥ പറഞ്ഞു തരുന്നത്. ഈ ഒരു രീതിയിലാണ് പോപ്പുലർ ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ആൾക്കാരെ പഠിപ്പിക്കാനും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ചില അറിവുകൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഥാസരിത് സാഗര, അറേബ്യൻ നൈറ്റ്സ് ഒക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. ദെൻ കൺവെൻഷൻസ് ആൻഡ് ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കൺവെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫെമിലിയർ ജോൺറർ എലമെൻറ്റ്സ്. ഒരു കഥയ്ക്കകത്ത് നമുക്ക് ഒത്തിരി അറിയുന്നൊരു കാര്യം ഇൻസേർട്ട് ചെയ്യുന്നതാണ് കൺവെൻഷൻ. കൺവെൻഷനലായിട്ട് ട്രഡീഷണലി ഉള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ഹോണ്ടഡ് ഹൗസ് ഇൻ ഹൊറർ മൂവീസിനകത്ത്, മൂവീസ് ആവട്ടെ ബുക്കാവട്ടെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺവെൻഷനലായിട്ട് ട്രഡീഷണലി കാണുന്ന ഒരു കാര്യം, ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട്, അടഞ്ഞു കിടക്കുന്നു, കണ്ടിട്ടില്ലാത്ത കുറേ മുറികൾ, ആ ഒരു സംഭവം വളരെ കൺവെൻഷനലി കണ്ടുവരുന്ന, ഏത് നമുക്ക് അറിയുന്നൊരു പ്രേത സിനിമ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു വീടുണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു ബുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പേടിപ്പെടുത്തുന്ന തരത്തിൽ വലുതായിട്ടുള്ളൊരു വീട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതാണ് കൺവെൻഷൻ, ഫെമിലിയർ ജോൺറർ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഇൻവെൻഷൻസ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ട്വിസ്റ്റ് ആഡഡ് ബൈ റൈറ്റേഴ്സ്. കഥയ്ക്കകത്ത് ഇങ്ങനൊരു കാര്യം ഉണ്ടാവും, പക്ഷേ അതിൽ നമ്മൾ എഴുതുന്ന കഥയിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ക്രിയേറ്റീവ് ട്വിസ്റ്റ്. അതിനെയാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഹീറോയിക് വാമ്പയർ. നമ്മൾ വാമ്പയർ എന്ന് പറയുന്ന ആളിനൊരു ദുഷ്ടനായിട്ടാണ് കണക്കാക്കുക. ആൾക്കാരുടെ ചോര കുടിക്കുന്ന ആളാണ് വാമ്പയർ. പക്ഷേ വാമ്പയറിനെ ഹീറോയിക്കായിട്ട് കാണിക്കുന്നു. ചോരയൊന്നും കുടിക്കാത്തൊരു നന്മയുള്ളൊരു വാമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതാണ് ഇൻവെൻഷൻ. നമ്മളൊരു കാര്യം കണ്ടുപിടിച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻവെൻഷൻ എന്ന് പറയുക. ഇനി ഇതിനകത്ത് ഡോക്ടർ അർഷാദ് ചോദിക്കുന്നൊരു കാര്യമാണ്, വൈ ഡു പീപ്പിൾ ലവ് പോപ്പുലർ ഫിക്ഷൻ? എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് പോപ്പുലർ ഫിക്ഷൻ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇറ്റ് ഈസ് ഈസി ടു റീഡ് ആൻഡ് റിലേറ്റ് ടു. പെട്ടെന്ന് തന്നെ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും വായിച്ചു പോകാനും എളുപ്പമുള്ള സിമ്പിൾ ലാംഗ്വേജാണ്. മാത്രമല്ല നമുക്ക് റിലേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ചിക്ക് ലിറ്ററേച്ചറിനകത്ത് ജോലി കിട്ടാണ്ട് നടക്കുന്ന ഒരാളുടെ കഥയാണുള്ളതെങ്കിൽ
അതുപോലെ തന്നെ ജോലി കിട്ടാൻ നടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് റിയൽ ലൈഫ് ആൻഡ് ഫാൻറ്റസീസ്. രണ്ടും ഉണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, എന്നാൽ റിയൽ ലൈഫിൽ നിന്നൊരു എസ്കേപ്പ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാൻറ്റസി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ, നടക്കാനേ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ബുക്കായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. പോപ്പുലർ അക്രോസ് ഓൾ ഏജസ് റീജിയൻസ്. എല്ലാ വയസ്സിലുള്ള ആൾക്കാർക്ക് വായിക്കാനുള്ള സംഭവം പോപ്പുലർ ഫിക്ഷനകത്തുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് ചിൽഡ്രൻ ലിറ്ററേച്ചർ മുതൽ വളരെ വലിയ ആൾക്കാർക്കുള്ള നോവൽസ് വരെയും ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സ്പാനിനകത്ത് കിട്ടും. ഫ്രീക്വൻ്റ്ലി അഡാപ്റ്റഡ് ഇൻ ടു മൂവീസ് ഓർ TV. സോ ടെലിവിഷൻ സീരീസ് ആയിട്ടോ മൂവീസ് ആയിട്ടോ ഒക്കെ എപ്പോഴും അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നുമാണ് നമ്മുടെ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം തന്നെ ഹാരി പോട്ടർ, എത്ര മൂവീസ് ഉണ്ട്, ഇനിയിപ്പോൾ സീരീസ് വരുന്നുണ്ട്, ഒരു റീബൂട്ട് സീരീസ്. ചേതൻ ഭഗത്തിൻ്റെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ നോവൽസിനെയും മൂവി അഡാപ്റ്റേഷൻസ് വരുന്നുണ്ട്. സോ അതും ഓർത്ത് വയ്ക്കുക. ഈ 4 കാര്യങ്ങളാണ് വൈ ഡു പീപ്പിൾ ലവ് ടു റീഡ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നുള്ളതിൻ്റെ റീസൺസ് വരിക. ഇനി ക്രിറ്റിസിസം ഓഫ് പോപ്പുലർ ഫിക്ഷൻ. എല്ലാം നന്മ മാത്രമല്ലല്ലോ, കുറച്ച് ക്രിറ്റിസിസംസും നേരിടുന്നുണ്ട്. ഏർലിയർ വ്യൂഡ് ആസ് ലോ കൾച്ചർ. ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന മേഖല ഉണ്ടായി വരുന്ന സമയത്തിന് എല്ലാവരും ലോ കൾച്ചറാണ്, അത് വായിക്കാൻ അത്രയ്ക്ക് ബുദ്ധിയൊന്നും വേണ്ട, മോശപ്പെട്ടൊരു എഴുത്താണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ടായിരുന്നു. ക്രിറ്റിക്സ് ലൈക്ക് QD ലീവ്സ് ഡിസ്മിസ്ഡ് ഇറ്റ്. QD ലീവ്സിനെ പോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ക്രിട്ടിക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോമേ അല്ല, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ ഒരു നല്ല ഫോമേ അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പുച്ഛിച്ച് കളഞ്ഞിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് നൗ റിക്കഗ്നൈസ്ഡ് ഫോർ ഇറ്റ്സ് ഇമ്പാക്റ്റ് ആൻഡ് റീച്ച്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റും ഉണ്ട്, റീച്ചും ഉണ്ട്. ഒരു പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഒരു വർക്ക് ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് വായിക്കും. അതിൻ്റെ ഒരു മൂവി അഡാപ്റ്റേഷൻ വരും, മേ ബി ഒരു സീക്വലിന് വരെയുള്ള ചാൻസസ് കാണുന്നുണ്ട്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് ജെൻഡർ ആൻഡ് പോപ്പുലർ ഫിക്ഷൻ. വിമൻ ഫോം എ മേജർ പാർട്ട് ഓഫ് ദ റീഡർഷിപ്പ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പോപ്പുലർ ഫിക്ഷൻ വായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിമനാണ്. കൺസേൺസ് അബൌട്ട് സ്റ്റീരിയോടിപ്പിക്കൽ പോർട്രയൽസ്. ഇനി സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഒരു പോർട്രയൽ എന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫിക്ഷനകത്ത് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഒരേ രീതിയിലുള്ള ക്യാരക്ടേഴ്സ്, ഏതെങ്കിലും ഒരു ഹീറോയുടെ സൈഡ് കിക്കായിട്ട് വരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുക, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു നായിക ഉണ്ടാവുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്റ്റീരിയോടൈപ്പായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് പ്രശ്നങ്ങൾ റേസ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഇൻ വിമൻസ് ലിറ്ററസി ആൻഡ് ലീഡർഷിപ്പ് ഈസ് എംപവറിങ്. പക്ഷേ എന്നിരുന്നാലും ഇത് വായിച്ച് സ്ത്രീകളുടെ ആ ഒരു റീഡർഷിപ്പ് എംപവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം വിലയും വരുന്നില്ല, ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വായിക്കാനുള്ളൊരു താല്പര്യവും കൂടി കൂടുന്നുണ്ട്. പോപ്പുലർ ഫിക്ഷൻ ഇൻ ഇന്ത്യൻ സിറ്റീസ്. അർബൻ ഫിക്ഷൻ റിഫ്ലെക്ട്സ് മോൾസ്, ടെക്, ലവ്, കരിയർ എക്സെട്ര. ഇനി ഇന്ത്യൻ സിറ്റീസുമായിട്ട് എങ്ങനെയാണ് പോപ്പുലർ ഫിക്ഷൻ ഇടപഴകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഥകളും അർബൻ ഏരിയ ഫോക്കസ് ചെയ്താണ് എഴുതിയിട്ടുണ്ടാവുക. അവിടുത്തെ മോൾസ്, അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ അവിടുത്തെ ഒരു ലവ് സ്റ്റോറീസ്, കരിയർ ഓറിയൻറ്റഡ് അങ്ങനെയൊക്കെയാണ് പോവുക. ദെൻ മാസ് മാർക്കറ്റ് ഫിക്ഷൻ. ഇറ്റ് ഈസ് ഈസി ടു റീഡ് ആൻഡ് ഡ്രമാറ്റിക്. ആൻഡ് എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ചേതൻ ഭഗത്, അദ്വൈത കല, കരൺ വർമ്മ, ഇവരെല്ലാവരും എഴുതുന്നത്. ചേതൻ ഭഗത്താണ് പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ. ഓൾസോ വി ഹാവ് രവീന്ദർ സിംഗ്, ദർജോയ് ദത്ത, അവരൊക്കെ ഉണ്ട്. ഇനി അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ കമ്പൈൻസ് ഡെപ്ത് ആൻഡ് റീഡബിലിറ്റി. ഇതൊരു പുതിയൊരു മേഖലയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റററി ഫിക്ഷനെയും പോപ്പുലർ ഫിക്ഷനെയും രണ്ടിനെയും കൂടി ഒന്നിപ്പിക്കും. ഓക്കെ, ഡെപ്തുള്ള കഥ എഴുതും, അപ്പോഴത്തേക്കും അത് ലിറ്റററി ഫിക്ഷനിലോട്ട് എത്തും. പിന്നെ റീഡബിലിറ്റി, ആ കഥ എഴുതുന്ന കഥയ്ക്ക് നല്ല ഡെപ്ത് ഉണ്ടെങ്കിലും ഭാഷ വളരെ സിമ്പിളായിരിക്കും, അപ്പോൾ ആൾക്കാർക്കത് വായിക്കാനും പറ്റും. ഇതാണ് അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കമ്പൈൻസ് ബോത്ത് ദി ലിറ്റററി ആൻഡ് പോപ്പുലർ ഫിക്ഷൻ. എക്സാമ്പിൾസ് ഗോൺ ഗേൾ, റബേക്ക, ദ മാൻ ഹൂ വാച്ച് ദ ട്രെയിൻസ് ഗോ ബൈ. ഈ ബുക്സ് എല്ലാം അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി കഴിയാൻ പോവുകയാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പോപ്പുലർ ഫിക്ഷൻ വേഴ്സസ് ലിറ്റററി ഫിക്ഷൻ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കി പോവാം. പോപ്പുലർ ഫിക്ഷൻ എന്തിനാണ്? പ്രൈമർലി ഫോർ എൻ്റർടൈൻമെൻറ്റ്, യൂസ് സിമ്പിൾ ആൻഡ് ആക്സസിബിൾ ലാംഗ്വേജ്, ഫെമിലിയർ ആൻഡ് പ്രഡിക്റ്റബിൾ പ്ലോട്ട് സ്ട്രക്ചേഴ്സ്. നമുക്ക് കഥ തുടങ്ങുമ്പോൾ തന്നെ അവസാനം എന്ത് സംഭവിക്കും, ഓക്കെ ഈ നടനെല്ലാം കിട്ടും, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സംഭവം നമ്മുടെ മൈൻഡിലെത്തും. ഓഫൻ ഫിറ്റ്സ് ഇൻ ടു സ്പെസിഫിക് ജോണേഴ്സ് ലൈക്ക് ഡിറ്റക്റ്റീവ്, റൊമാൻസ്, ഹൊറർ, ഫാൻറ്റസി എക്സെട്ര. ഇതിലേതെങ്കിലും ഒരു ജോണറിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും.
പ്ലോട്ടാണ് കഥ കൊണ്ടുപോകുന്നത്. ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കും, ഇമോഷണലി ഒത്തിരി എൻഗേജിങ് ആയിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. അപ്പീൽ ടു എ വൈഡ് ജനറൽ ഓഡിയൻസ്. അഗത ക്രിസ്റ്റി, ചൈതൻ ഭഗത്, രവീന്ദർ സിംഗ് ഒക്കെയാണ് നമുക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത്. ദെൻ വി ഹാവ് ലിറ്റററി ഫിക്ഷൻ. ലിറ്റററി ഫിക്ഷൻ എന്താണ്? ഇറ്റ് എക്സ്പ്ലോർ ഡീപ്പ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ്. ഒത്തിരി മനുഷ്യർക്ക് ഡീപ്പർ ഫീലിങ്സ് കിട്ടുന്ന സംഭവമാണ്. ദെൻ സെൽഫ് എക്സ്പ്രഷൻ, ആർട്ടിസ്റ്റിക് ഫോം, കോംപ്ലക്സ് തീംസ് എപ്പോഴും സിമ്പിളായിരിക്കില്ല, വളരെ കോംപ്ലക്സ് ആയിരിക്കും. ക്യാരക്ടറാണ് കഥ കൊണ്ടുപോകുന്നത്. ലാംഗ്വേജ് വളരെ ടഫ് അല്ലെങ്കിൽ പൊയറ്റിക് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ആയിരിക്കും. കുറച്ചുകൂടി ഒന്ന് സ്ലോവർ പേസ്ഡ് ആയിരിക്കും കമ്പയർഡ് ടു ദി പോപ്പുലർ ഫിക്ഷൻ ബുക്സ്. അപ്രീഷിയേറ്റഡ് ഇൻ അക്കാദമിക് ആൻഡ് ക്രിട്ടിക്കൽ സർക്കിൾസ്. അക്കാഡമിക്സിലോട്ട് ഒരു നല്ല ലിറ്റററി വർക്ക് ആണെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയും വരുന്നുണ്ട്. മെൻ ടു ബി ടൈംലെസ് ആൻഡ് പ്രൊവോക്ക് റിഫ്ലക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ടൈംലെസ് ആയിരിക്കും, അതായത് ഇപ്പോൾ എഴുതുന്നൊരു ലിറ്റററി വർക്ക് ഇനി ഒരു 300 വർഷം അല്ലെങ്കിൽ 400 വർഷം കഴിയുമ്പോഴും ആൾക്കാർ പഠിക്കും. അപ്പോഴാണ് അതിന് നല്ലൊരു ലിറ്റററി വർക്കായിട്ട് കണക്കാക്കുന്നത്. എക്സാമ്പിൾസ്: ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്, ഓർഹാൻ പമുക്, ചാൾസ് ഡിക്കൻസിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ നോവൽസ് നമ്മളിപ്പോഴും പഠിക്കുന്നുണ്ട്. ഇനി കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോപ്പുലർ ഫിക്ഷൻ പ്ലേസ് എ ബിഗ് റോൾ ഇൻ മോഡേൺ കൾച്ചർ, എൻകറേജിങ് റീഡിംഗ്, റിഫ്ലെക്ട്സ് സൊസൈറ്റി, ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹൈ ആൻഡ് പോപ്പുലർ കൾച്ചർ, കീപ് സ്റ്റോറി ടെല്ലിംഗ് എലൈവ് ഇൻ മോഡേൺ ഫോർമാറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൾച്ചറിൽ ഒരുപാട് വലിയ സ്ഥാനം കിട്ടുന്നുണ്ട്. റീഡിങ്ങിനെ എങ്ങനെയും ഒക്കെ എൻകറേജ് ചെയ്യാൻ പോപ്പുലർ ഫിക്ഷന് സാധിക്കുന്നുണ്ട്. ഒരു ഹൈ കൾച്ചർ ലോ കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലത്തെ അപ് ഫ്രണ്ട് ഫിക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അത് പറ്റുന്നുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന രീതിയെ മോഡേൺ ഫോർമാറ്റിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. ഇനി കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. Who's the author of popular fiction? A short introduction. Name one popular fiction author from India. Give an example of detective fiction character. Which genre focuses on love and relationships? What kind of fiction is Harry Potter classified under? Name one folk story from India. What does upmarket fiction combine? Mention one reason why popular fiction is criticized. What is the difference between conventions and inventions in fiction? What genre offers features haunted houses or ghosts? Define popular fiction. How is literary fiction different from popular fiction in terms of language and audience? What are the main features of science fiction? Why is horror fiction popular among readers? What is the role of storytelling in Indian folk traditions? How does the term mass market fiction refer to? Explain the concept of conventions in popular fiction with an example. Name two genres in popular fiction that are often read by young adults. What is chick lit? Give an example. Mention two features that make popular fiction easy to read. Describe the difference between popular and literary fiction with examples. Write a short note on detective and crime fiction. Explain how oral storytelling tradition in India helped shape popular literature. Discuss the criticisms against popular fiction in the past. Briefly describe any three genres in popular fiction. What is meant by graphic novels? How are they different from traditional novels? ഇനി essay questions ഇത്രയും ഡീപ്പായിട്ട് വരുമെന്നുള്ള കാര്യം അറിയില്ല. Examine the major genres of popular fiction with suitable examples. How does Dr. Arshad Ahammad differentiate between literary and popular fiction in his introduction? Explain the significance of oral tradition in shaping Indian popular literature. Discuss the impact of popular fiction on modern Indian youth with examples from recent novels. Write an essay on the changing perception of popular fiction in academic and literary circles. What is upmarket fiction? How does it balance literary and popular elements? So, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് മേലെ തന്നെ ഉണ്ട്, അതായത് ആ ഒരു നോട്ടായിട്ട് വായിച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.